Hi everyone, welcome to my channel Civil Tips and Tricks for Civil Engineers. എൻ്റെ വീഡിയോ കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാംസിനും ലെക്ചറർ ഗ്രേഡ് 1 എക്സാംസിനും പിന്നെ കേരള PSCയുടെ എക്സാംസിനും നല്ല യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവർക്കും സുഖമാണല്ലോ? ഓക്കെ, ഇന്ന് നമുക്ക് തുടങ്ങാൻ പോകുന്ന ടോപ്പിക്ക് വന്നിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽസ് തന്നെ സിറാമിക്സ് ആണ്. ഓക്കെ, സിറാമിക്സിൽ വരുന്ന പ്രോഡക്ട്സ് ആണ് വന്നിട്ട് ക്ലേ പ്രോഡക്ട്സ്, റിഫ്രാക്ടറീസ്, ഗ്ലാസസ്. ഓക്കെ, നമുക്ക് ക്ലേ പ്രോഡക്ട്സും റിഫ്രാക്ടറീസിനെ പറ്റി കാണാം. ഗ്ലാസ് വന്നിട്ട് ഒരു ചാപ്റ്റർ പ്രത്യേകം ഞാൻ എടുക്കാം. ഓക്കെ, സിറാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സിറാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രീക്ക് വേർഡാണ്. അതിന് പറയുന്ന മീനിങ് ആണ് പോട്ടേഴ്സ് ആർട്ട് അല്ലെങ്കിൽ പോട്ടേഴ്സ് ആർട്ടിക്കിൾ. ഓക്കെ, ഈ പോട്ടേഴ്സ് ആർട്ട് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുന്നതാണ് കുശവൻ കല. ഓക്കെ, പിന്നെ സിറാമിക്സ് വന്നിട്ട് നമ്മുടെ സാധാരണ പോട്ടേഴ്സ് ഒക്കെ വന്നിട്ട് പോട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, പോട്ട് എന്ന് പറഞ്ഞാൽ കുടം, കലം, ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സിറാമിക്സ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വന്നിട്ട് സിവിൽ എഞ്ചിനീയറിംഗിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ടൈൽസ് ഒക്കെ വന്നിട്ട് സിറാമിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലേ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈൽസ് ആണ്. ഓക്കെ, ഈ ടൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിൻ സ്ലാബ് ബ്രിക്ക്. നമ്മൾ ബ്രിക്കിനെ പറ്റി ഒരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ. ആ ബ്രിക്ക് വന്നിട്ട് നല്ല കട്ടിയായ ബ്രിക്ക് ആയതുകൊണ്ട് അതിന് ബ്രിക്ക് എന്നാണ് പറയുന്നത്. പക്ഷെ ടൈൽ എന്ന് പറഞ്ഞാൽ ആ ബ്രിക്കിന്റെ ഏറ്റവും തിൻ സ്ലാബ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് ടൈൽ. ഓക്കെ, ടൈലിന് മാനുഫാക്ചറിൽ വരുന്നതാണ് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ, മോൾഡിംഗ്, ഡ്രൈ, ബേണിംഗ്. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് ക്ലേ പ്രിപ്പറേഷൻ ചെയ്യും, അത് കഴിഞ്ഞിട്ട് അത് മോൾഡ് ചെയ്യും, പിന്നെ ഡ്രൈ ചെയ്യും, പിന്നെ ബേൺ ചെയ്യും. ബേൺ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്ലാബിന്റെ ഷേപ്പിൽ നമുക്ക് ടൈല് കിട്ടും. ഓക്കെ, ഈ ടൈൽസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ജിഫാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വന്ന് ക്ലേ പ്രിപ്പയർ ചെയ്യും, അടുത്തത് വന്നിട്ട് മോൾഡ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, മോൾഡ് പ്രിപ്പയർ ചെയ്യാൻ അതിന് കറക്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിസിറ്റിയിലോട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഉണ്ടോ? എന്നിട്ടാണ് വന്നിട്ട് ഇത് ഡ്രൈ ചെയ്തിട്ട് ബേൺ ചെയ്യുന്നത്. ഓക്കെ, ഡ്രൈ വന്നിട്ട് നമ്മുടെ സാധാരണ നമ്മുടെ ഇന്ത്യയിലൊക്കെ വന്നിട്ട് സണ്ണിന്റെ പ്രസൻസിൽ ഡ്രൈ ചെയ്യും. ഓക്കെ, ബേണിംഗ് വന്നിട്ട് ക്ലിന്നിനായിരിക്കും ബേൺ ചെയ്യുന്നത്. ഈ ക്ലിന്ന് വന്നിട്ട് എന്ത് ക്ലിന്നായിരിക്കും? സിയാൽ കോട്ട് ക്ലിന്നിനാണ് വന്നിട്ട് സിറാമിക്സ് ക്ലേ പ്രോഡക്ട്സ് ഒക്കെ വന്നിട്ട് ബേൺ ചെയ്യുന്നത്. മെയിൻലി ടൈൽ വന്നിട്ട് സിയാൽ കോട്ട് ക്ലിന്നിനാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്തത് വരുന്നതാണ് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ. ഓക്കെ, ഈ ക്ലേ വന്നിട്ട് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ഇഗ്നിയസ് റോക്കിൽ നിന്നായിരിക്കും നമുക്ക് ക്ലേ സാധാരണ കിട്ടുന്നത്. ഓക്കെ, ഈ ഫെൽസ്പ മിനറൽ ആയിരിക്കും നമ്മുടെ ക്ലേ ഫോർമേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഓർത്തോക്ലേവ്സ് ഫെൽസ്പ വന്നിട്ട് നമ്മുടെ ക്ലേ പൗഡേർഡ് ആക്കാനും അത് സ്മോൾ പോർട്ടിക്കൽ ആക്കാനും വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, കുറച്ച് സെലക്ടഡ് ക്ലേ വന്നിട്ട് നമ്മുടെ പ്രസ് ചെയ്തിട്ട് അത് ഫൈൻ പൗഡർ ആക്കാൻ വേണ്ടി നമ്മുടെ പഗ് മില്ലിലോട്ട് പാസ് ചെയ്യും. ഓക്കെ, പിന്നെ ഈ ടൈല് വന്നിട്ട് ഹാർഡും ഇംപെർവിയസും ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലാസും പിന്നെ വേണ്ടാത്ത കുറച്ച് പോട്രി വേസും എല്ലാം കൂടെ ആഡ് ചെയ്യും. ഓക്കെ, അത് റിക്വയർഡ് ക്വാണ്ടിറ്റീസിലായിരിക്കും ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാനും സഹായിക്കും. ഓക്കെ, ഇപ്പൊ കാണിച്ചിരിക്കുന്നത് കണ്ടോ, ഇതെല്ലാം പഗ്മില്ല് ചെയ്യുന്ന പരിപാടികളാണ്. ഓക്കെ, കാല് വെച്ച് ചെയ്യുന്നതാണ് നീഡിങ്. ഇത് ഫസ്റ്റ് എടുത്തുകൊണ്ട് കൊണ്ടുപോയി വെച്ചിട്ട് എന്നിട്ടായിരിക്കും അത് ഡ്രൈ ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ഡ്രൈയിങ് ഒന്ന് അടുത്ത പ്രോസസ്സാണ്. മോൾഡിങ് ആയിട്ടായിരിക്കും ഡ്രൈയിങ് വരുന്നത്. ഓക്കെ, ക്ലേ എല്ലാം പ്രിപ്പയർ ചെയ്ത് അവിടെ കൊണ്ടുപോയി വെക്കുന്നു, എന്നിട്ട് ചവിട്ടി അത് ഹോമോജീനിയസ് മിക്സർ ആക്കുന്നു. കണ്ടോ, ആ സ്ത്രീ കണ്ടോ ചവിട്ടി അത് ഹോമോജീനിയസ് മിക്സർ ആക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. ഓക്കെ, മോൾഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത ക്ലേ ഒക്കെ വന്നിട്ട് അതിന്റെ പാറ്റേണിലും ഷേപ്പിലും വേണ്ടി നമ്മൾ മാറ്റണ്ടേ. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നതാണ് മോൾഡിങ്. ഓക്കെ, ഈ മോൾഡിങ് വന്നിട്ട് 3 ടൈപ്പ് ഉണ്ട്. ഹാൻഡ് മോൾഡിങ്, മെഷീൻ മോൾഡിങ്, പോട്ടേഴ്സ് വീല്. ഹാൻഡ് മോൾഡിങ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഉണ്ടോ?
അതിൽ മണ്ണെല്ലാം വാരി ഇട്ടിട്ട് അതിന്റെ പുറത്ത് ക്ലേ കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് വെക്കും. ഓക്കെ, എന്നിട്ട് ആവശ്യമില്ലാത്ത ഭാഗമെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ മോൾഡ് അതിൽ നിന്ന് എടുക്കും. ഓക്കെ, അടുത്തത് വരുന്നതാണ് മെഷീൻ മോൾഡിങ്. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പിൽ കട്ട് ചെയ്യും, അത് മെഷീൻ ഉപയോഗിച്ചിട്ട്. ഓക്കെ, അതിന് പറയുന്നത് മെഷീൻ മോൾഡിങ്. പോട്ടേഴ്സ് വീല് നമുക്കറിയാലോ, പോട്ടൊക്കെ ഉണ്ടാക്കൂലേ, അപ്പൊ ആ വീല് കറക്കുന്ന സമയത്ത് നമ്മുടെ പോട്ട് വന്ന് കറക്റ്റ് ആയിട്ട് ആ ഷേപ്പിൽ നമുക്ക് കുടവോ അല്ലെങ്കിൽ ജാറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പോട്ടേഴ്സ് വീല് വെച്ച് ഉണ്ടാക്കാം. പക്ഷെ അതിന്റെ ഒരു ജിഫ് ഇപ്പൊ എൻ്റെ അടുത്തില്ല. ഓക്കെ ഓക്കെ ഡ്രൈയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈൽസ് എല്ലാം വന്നിട്ട് ഷെയ്ഡിൽ ഡ്രൈ ചെയ്യും. സാധാരണ ഷെയ്ഡിലാണ് ഡ്രൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഷെയ്ഡിൽ എന്തിനാണ് ഡ്രൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രാക്കിങ്ങും വാർപ്പിങ്ങും വന്നിട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഷെയ്ഡിൽ വന്നിട്ട് ഡ്രൈ ചെയ്യുന്നത്. ഓക്കെ, ഇതുകൊണ്ട് തന്നെ ഫ്രീ മോയ്സ്ചർ വന്നിട്ട് എസ്കേപ്പ് ആവും. ഈ കാണിച്ചിരിക്കുന്നത് നല്ല വെയിലുള്ള പോലെ നമുക്ക് തോന്നും, പക്ഷെ ഇതിൽ വെയിലില്ല. ഇത് വെയിൽ കുറഞ്ഞ സമയത്താണ് ഇങ്ങനെ ഡ്രൈ ചെയ്യുന്നത്. ഓക്കെ, എല്ലാ ടൈൽസും ഒരു സ്ഥലത്ത് അടുക്കി വെച്ചിട്ട് ഇത് ഡ്രൈ ചെയ്തിട്ടാണ് ഇത് ബേൺ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പ്രോസസ് ആയിരിക്കും ബേണിങ്. അടുത്തത് വരുന്നതാണ് ബേണിങ്. ബേണിങ് എന്താ വെച്ചാൽ നമ്മൾ ടൈൽസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിയാൽ കോട്ട് ക്ലിന്നിലാണ് വന്നിട്ട് നമ്മൾ ടൈൽസ് ബേൺ ചെയ്യുന്നത്. ഈ സിയാൽ കോട്ട് ക്ലിന്ന് വന്നിട്ട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ടൈൽസ് വന്നിട്ട് ഏത് ക്ലിന്നിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തെഴുതണം? സിയാൽ കോട്ട് ക്ലിന്ന് എഴുതണം. ഓക്കെ, പിന്നെ ഇവിടെ വന്നിട്ട് ബൗണ്ട് മോയ്സ്ചർ എങ്ങനെയായിരിക്കും റിമൂവ് ചെയ്യുന്നത്? കെമിക്കൽ റിയാക്ഷൻ വഴിയായിരിക്കും ബൗണ്ട് മോയ്സ്ചർ റിമൂവ് ചെയ്യുന്നത്. നമ്മൾ ചൂട് സമയത്ത് അതിൻ്റെ അകത്തിരിക്കുന്ന ഹീറ്റ് കാരണം അതിൻ്റെ അകത്തിരിക്കുന്ന ബൗണ്ട് മോയ്സ്ചർ റിമൂവ് ആവും. ഓക്കെ, ഇങ്ങനെയാണ് വന്നിട്ട് ബേണിങ് ചെയ്യുന്നത്. ഇതൊന്ന് കണ്ടാൽ നമുക്ക് ശരിക്കും മനസ്സിലാവത്തില്ല. നമ്മൾ ഫാക്ടറിയിൽ പോയി നോക്കിയാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ എങ്ങനെയാണ് ടൈൽ ഉണ്ടാക്കുന്നതെന്ന്. ഓക്കെ, അടുത്തത് എന്നാണ് ടൈപ്സ് ഓഫ് ടൈൽസ്. ഓക്കെ, ടൈൽസ് രണ്ട് ടൈപ്പ് ഉണ്ട്, കോമൺ ടൈൽസും എൻകോസ്റ്റിക് ടൈൽസും. കോമൺ ടൈൽസ് വന്നിട്ട് നമ്മുടെ തറയിലും ഇന്റർലോക്കിലും ഒക്കെ വന്നിട്ട് കോമൺ ടൈൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പേവിങ്ങിനും ഫ്ലോറിങ്ങും പിന്നെ റൂഫിങ്ങിനും വന്നിട്ട് കോമൺ ടൈൽ യൂസ് ചെയ്യും. ഓക്കെ, കോമൺ ടൈലിന്റെ ഒരു എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ടൈലാണ് ഇത്. അടുത്തത് വന്നിട്ട് എൻകോസ്റ്റിക് ടൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെക്കറേറ്റീവ് പർപ്പസസ് പിന്നെ ഫ്ലോർസ്, വാൾസ്, സീലിങ്സ്, റൂഫ് അവിടെ എല്ലാം വന്നിട്ട് യൂസ് ചെയ്യാനാണ് എൻകോസ്റ്റിക് ടൈൽസ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു എൻകോസ്റ്റിക് ടൈലാണ്. ഓക്കെ ഓക്കെ കോമൺ ടൈൽസിന് ടൈപ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രെയിൻ ടൈൽസ്, ഫ്ലോർ ടൈൽസ് ഓർ പേവിംഗ് ടൈൽസ്, പിന്നെ വന്നിട്ട് റൂഫ് ടൈൽസ്. റൂഫ് ടൈൽസിൽ വരുന്നതാണ് അലഹബാദ് ടൈൽസ്, കോറുഗേറ്റഡ് ടൈൽസ്, ഫ്ലാറ്റ് ടൈൽസ്, ഫ്ലെമിഷ് ടൈൽസ്, ഗുണ ടൈൽസ്, മാംഗ്ലൂർ പാറ്റേൺ ടൈൽസ്, പാൻ ടൈൽസ്, പോട്ട് ടൈൽസ്, അല്ലെങ്കിൽ അതിന് വേറൊരു പേരാണ് പേവിംഗ് ടൈൽസ്. ഓക്കെ, ഇതെല്ലാം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, അതിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ഡ്രെയിൻ ടൈൽസ്. ഈ ഡ്രെയിൻ ടൈൽസ് വന്നിട്ട് നമ്മുടെ ഇറിഗേഷൻ പർപ്പസിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രെയിൻ ടൈൽസ് യൂസ് ചെയ്യുന്നത്. അത് വന്നിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഡ്രെയിൻ ടൈൽസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് പോറസ് സ്ട്രക്ചർ ആയിരിക്കും. ഈ പോറസ് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഈ ടൈൽസിന്റെ മേളിൽ വെള്ളം വരികയാണെങ്കിൽ തന്നെ അത് നമ്മുടെ അതിന്റെ അടിയിലോട്ടുള്ള സോയിലോട്ട് അത് കടത്തി വിടും. ഓക്കെ, ഇത് വന്നിട്ട് നമ്മുടെ വാട്ടർ ലോക്ഡ് ഏരിയാസിലൊക്കെ വന്നിട്ട് ഡ്രെയിൻ ടൈൽസ് യൂസ് ചെയ്യും. അടുത്തത് വരുന്നതാണ് ഫ്ലോർ ടൈൽസ് അല്ലെങ്കിൽ പേവിംഗ് ടൈൽസ്. ഓക്കെ,
ഇത് ഫ്ലോർ ഫിനിഷിങ്ങിനൊക്കെയാണ് ഫ്ലോർ ടൈൽസ് യൂസ് ചെയ്യുന്നത്. അതിന്റെ തിക്നെസ് വന്നിട്ട് 12 mm to 50 mm ആണ്. പിന്നെ ഈ ടൈൽസ് വന്നിട്ട് സ്ട്രെങ്ത് ഒരുപാട് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അത് വോൾസിലൊക്കെ ഫിക്സ് ചെയ്യാനായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തിനാണ് വോൾസിൽ ഫിക്സ് ചെയ്യുന്നത്, സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പം ഈ ടൈല് വന്നിട്ട് നമുക്ക് തറയിൽ പേസ്റ്റ് ചെയ്താൽ നമ്മൾ ആ സൈഡിൽ നടന്നു കഴിയുമ്പോൾ ആ ടൈല് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോൾസിലൊക്കെ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ ചാനൽ വന്നിട്ട് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നില്ലേ? എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അടുത്തത് വരുന്നതാണ് റൂഫ് ടൈൽസ്. റൂഫ് ടൈൽസ് ഒക്കെ വന്നിട്ട് അടുത്ത സ്ലൈഡ് തൊട്ട് കാണാം. കാരണം ഒരു വലിയ ടേബിളൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്ലൈഡിൽ വന്നിട്ട് ആ ടേബിൾ ഉൾക്കൊള്ളത്തില്ല. അപ്പം അടുത്ത ടേബിളിൽ നമുക്ക് കാണാം. ഓക്കെ, നമ്മുടെ റൂഫ് ടൈലിന്റെ കണ്ടിന്യൂഷൻ ആണ്. റൂഫ് ടൈലിന്റെ ടൈപ്സ് വന്നിട്ട് അലഹബാദ് ടൈല്, കോറിഗേറ്റഡ് ടൈൽ, ഫ്ലാറ്റ് ടൈൽ, ഫ്ലെമിഷ് ടൈൽ, ഗുണ ടൈൽ, ഇനിയും കുറച്ചുകൂടി ടൈൽസ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് വന്നിട്ട് ഇത് കാണാം. ഓക്കെ, അലഹബാദ് ടൈല് വന്നിട്ട് ഒരു സുപ്പീരിയർ ക്വാളിറ്റി ടൈലാണ്. അത് എങ്ങനെയായിരിക്കും സുപ്പീരിയർ ആയതുകൊണ്ട് തന്നെ അത് ഫൈനസ്റ്റും പ്യൂറസ്റ്റ് ഫോം ഓഫ് ക്ലേ വെച്ചിട്ടായിരിക്കും അത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ അലഹബാദ് ടൈലിന്റെ ഒരു പിക്ചറാണ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, 2 പിക്ചറും കാണിച്ചിട്ടുണ്ട്. അടുത്തത് വന്നിട്ട് കോറുഗേറ്റഡ് ടൈൽസ്. ഓക്കെ, ഇത് സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈലാണ് വന്നിട്ട് കോറുഗേറ്റഡ് ടൈൽസ്. ഫ്ലാറ്റ് ടൈൽ വന്നിട്ട് നമ്മുടെ സാധാരണ ഫ്ലോർ ടൈൽസ് ആയിട്ട് വേണമെങ്കിൽ ഫ്ലാറ്റ് ടൈൽസ് യൂസ് ചെയ്യും. ഇതേ പിക്ചർ തന്നെ വന്നിട്ട് റെഡ് കളറിൽ വന്നിട്ട് നമ്മൾ ബ്രിക്കിൽ വന്നിട്ട് നോക്കിയായിരുന്നു. ഓക്കെ, അത് വന്നിട്ട് ബ്രിക്കാണ്. ബ്രിക്ക് വന്നിട്ട് ഫ്ലോറിങ്ങിന് യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ ഫ്ലെമിഷ് ടൈൽ വന്നിട്ട് എസ് ഷേപ്ഡ് ടൈലാണ് വന്നിട്ട് ഫ്ലെമിഷ് ടൈൽ. പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു മാതിരി ഷേപ്പിലായിരിക്കും ഫ്ലെമിഷ് ടൈൽ ഇരിക്കുന്നത്. ഗുണ ടൈൽ വന്നിട്ട് ഹോളോ ടേപ്പേർഡ് ബേൺഡ് ക്ലേ ടൈൽസ് ആണ്. ഇത് വന്നിട്ട് നമ്മുടെ സൺഷെയ്ഡിലൊക്കെ വന്നിട്ട് ഗുണ ടൈൽസ് ഒക്കെ യൂസ് ചെയ്യും. ഈ ഗുണ ടൈൽസ് പിക്ചർ കാണുമ്പോൾ അത്ര മനസ്സിലാവത്തില്ല. ഇതൊരു നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് കാണാം. ഈ ഹോളോ ടേപ്പേർഡ് സെക്ഷൻസ് പറയുന്നില്ലേ, ഹോളോ ടേപ്പേർഡ് ബേൺഡ് ക്ലേ ടൈൽസ്. ഓക്കെ, അത് വന്നിട്ട് ഒരു നമ്മുടെ ഗ്ലാസ് എടുക്കാം. ഓക്കെ, ഈ ഒരു ഗ്ലാസിന്റെ അകത്ത് അതേ ഷേപ്പിൽ വേറൊരു ഗ്ലാസ് വെക്കാന്ന് വെച്ചാൽ നമ്മുടെ പ്ലാസ്റ്റിക് ഗ്ലാസ് തന്നെ നമുക്ക് ഓർത്ത് വെക്കാം. ഒരു ഗ്ലാസിന്റെ അകത്ത് വേറൊരു ഗ്ലാസ് കയറ്റി വെക്കൂലോ, ആ ഒരു പൊസിഷനിലായിരിക്കും ഇതിന്റെ ഇന്റർലോക്ക് നടക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ടൈൽസ് കാണാം. അടുത്ത ടൈൽസ് വരുന്നതാണ് മാംഗ്ലൂർ പാറ്റേൺ ടൈൽസ്, പാൻ ടൈൽസ്, പോട്ട് ടൈൽസ്. ഓക്കെ, പോട്ട് ടൈലിന് വേറൊരു പേരാണ് പേവിംഗ് ടൈൽസ്. ഓക്കെ, ഈ മാംഗ്ലൂർ പാറ്റേൺ ടൈൽസ് ആണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈല്. ഓക്കെ, ഈ മാംഗ്ലൂർ പാറ്റേൺ ടൈൽസ് 2 ക്ലാസ്സസ് ഉണ്ട്. ക്ലാസ് എ ഉണ്ട്, ക്ലാസ് എ ഉണ്ട്. ക്ലാസ് എ വന്നിട്ട് അതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ 24% ആണ്. ക്ലാസ് എയുടെ വാട്ടർ അബ്സോർപ്ഷൻ വന്നിട്ട് 19% ആണ്. അതുപോലെ തന്നെ ആവറേജ് ബ്രേക്കിംഗ് മിനിമം ആവറേജ് ബ്രേക്കിംഗ് ലോഡ് ഫോർ ക്ലാസ് എ വന്നിട്ട് 1 kN ആണ്. മിനിമം ആവറേജ് ബ്രേക്കേജ് ലോഡ് ഫോർ ക്ലാസ് എ എന്ന് വന്നിട്ട് 0.8 kN ആണ്. ഇതിന്റെ സൈസ് റേഞ്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ സൈസ് റേഞ്ച് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് പഠിക്കുക. ഓക്കെ, സൈസ് റേഞ്ച് പറയാം. 320 mm into 210 mm, 340 mm into 215 mm, 350 into 220 mm. ഓക്കെ, ഈ മാംഗ്ലൂർ പാറ്റേൺ ടൈൽസ് ആണ്. നമ്മുടെ പണ്ടത്തെ ഓടുള്ള ഓടൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം മാംഗ്ലൂർ പാറ്റേൺ ടൈൽസ് ആണ്. ഓക്കെ, അടുത്തത് വരുന്നതാണ് പാൻ ടൈൽസ്. ഓക്കെ, ഈ ടൈൽസ് ഒക്കെ ചെറുതായിരിക്കും, പക്ഷെ നല്ല ഹെവി ആയിട്ടുള്ള ടൈൽസ് ആയിരിക്കും. ഇതിന്റെ ഷേപ്പ് വന്നിട്ട് പാൻ ഷേപ്പ് ആയിരിക്കും. അതായിരിക്കും ഇതിന് പാൻ ടൈൽസ് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് വരുന്നതാണ് പോട്ട് ടൈൽസ് അല്ലെങ്കിൽ പേവിംഗ് ടൈൽസ്. ഇത് വന്നിട്ട് ഒരു സെമി സർക്കുലർ അറേഞ്ച്മെന്റിലാണ് പോട്ട് ടൈൽസ് അല്ലെങ്കിൽ പേവിംഗ് ടൈൽസ് ഇരിക്കുന്നത്. ഓക്കെ, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ടേഴ്സ് വീല് വെച്ചിട്ടാണ് പോട്ട് ടൈൽസ് അല്ലെങ്കിൽ പേവിംഗ് ടൈൽസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അടുത്തത് വരുന്നതാണ് ടെറക്കോട്ട. ഈ ടെറക്കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടൈപ്പ് ഓഫ് എർത്തേൺ വെയർ ആണ്. ഓക്കെ,
ഈ ടെറ എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്ത്. ഓക്കെ, കോട്ട എന്ന് പറഞ്ഞാൽ ബേക്ക്ഡ്. ഓക്കെ, അപ്പൊ ബേക്ക്ഡ് എർത്ത് ആണ് ടെറാക്കോട്ട എന്ന് പറഞ്ഞ. ഓക്കെ, പിന്നെ ഈ ടെറാക്കോട്ട വന്നിട്ട് സോഫ്റ്റും ആയിരിക്കും, പോറസും ആയിരിക്കും. പോറസ് എന്ന് പറഞ്ഞാൽ അതിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓട്ടകൾ കാണും. ഓക്കെ, ഇത് അതുകൊണ്ട് തന്നെ ഇത് അക്കോസ്റ്റിക് ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യും. ഈ അക്കോസ്റ്റിക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാമോ? അക്കോസ്റ്റിക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് പ്രൂഫ് ഒക്കെ ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ വന്നിട്ട് സൗണ്ട് പ്രൂഫ് ഉള്ള ഏരിയയിലെല്ലാം വന്നിട്ട് നമ്മുടെ ടെറാക്കോട്ട യൂസ് ചെയ്യും. ഈ ടെറാക്കോട്ട വന്നിട്ട് നമ്മുടെ തിയേറ്റേഴ്സ്, ഓഡിറ്റോറിയംസ്, അസംബ്ലി ബിൽഡിംഗ് അവിടെ എല്ലാം വന്നിട്ട് ടെറാക്കോട്ട യൂസ് ചെയ്യും. ഓക്കെ, ഇത് സൗണ്ട് പ്രൂഫ് ആയിരിക്കും, ഫയർ പ്രൂഫ് ആയിരിക്കും. ഓക്കെ, ഇത് വന്നിട്ട് ഓർണമെന്റൽ പർപ്പസിന് യൂസ് ചെയ്യും. പക്ഷെ സ്ട്രക്ചറൽ പർപ്പസിന് ഈ ടെറാക്കോട്ട യൂസ് ചെയ്തില്ല. മാനുഫാക്ചർ പ്രോസസ് ഓഫ് ടെറാക്കോട്ട ഇൻക്ലൂഡ്സ് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ. ഈ ക്ലേയിൽ വന്നിട്ട് 5 to 8% അയൺ ഓക്സൈഡ് കാണണം. ഓക്കെ, പിന്നെ മോൾഡിംഗ് പർപ്പസ് വന്നിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലെങ്കിൽ സിങ്ക് മോൾഡിലായിരിക്കും വന്നിട്ട് ഇത് മോൾഡ് ചെയ്യുന്നത്. പിന്നെ ഇത് ഡ്രൈയിങ് ഇൻ ഷെയ്ഡ് ആയിരിക്കും. സാധാരണ നമ്മുടെ ടൈൽസും അതുപോലെ തന്നെ ഷെയ്ഡിലാണ് ഡ്രൈ ചെയ്യുന്നത്. പിന്നെ ബേണിംഗ് വന്നിട്ട് മഫിൾ ഫർണസിലാണ്. ടൈല് വന്നിട്ട് ഏതിലായിരിക്കും ബേൺ ചെയ്യുന്നത്? സിആർ കോട്ട് ക്ലിനിലായിരിക്കും ബേൺ ചെയ്യുന്നത്. പക്ഷെ ടെറാക്കോട്ട മഫിൾ ഫർണസിലാണ് ബേൺ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ടെറാക്കോട്ട ബേൺ ചെയ്യുന്നത്. ഉണ്ടോ? ഇതാണ് മഫിൾ ഫർണസ്. ഇങ്ങനെയാണ് ടെറാക്കോട്ട നമുക്ക് ഉണ്ടാക്കി കിട്ടുന്നത്. ഓക്കെ, അടുത്തത് വരുന്നതാണ് വെറൈറ്റീസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ടെറാക്കോട്ട. ടൈപ്സ് ഓഫ് ടെറാക്കോട്ടയിൽ വരുന്നതാണ് പോറസ് ടെറാക്കോട്ട അല്ലെങ്കിൽ പോളിഷ്ഡ് ടെറാക്കോട്ട, വേറൊരു പേരാണ് ഫൈൻ ടെറാക്കോട്ട, വേറൊരു പേരാണ് ഫിയൻസ്. ഓക്കെ, പോറസ് ടെറാക്കോട്ട എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ പോർസ് കാണും. ഈ പോർസ് ഒക്കെ എങ്ങനെയായിരിക്കും വരുന്നത്? ഈ നമ്മുടെ ക്ലേ മിക്സ് ചെയ്യുമല്ലോ. ഓക്കെ, നീഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ കുറച്ച് സോഡസ്റ്റ് കൂടെ ആഡ് ചെയ്യും. ഈ സോഡസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വൈക്കോലില്ലേ, ഈ വൈക്കോലിന്റെ പൊടിയാണ് വന്നിട്ട് സോഡസ്റ്റ്. ഓക്കെ, ഈ സോഡസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ട് ഇത് ബേൺ ചെയ്യാനായിട്ട് നമ്മുടെ മഫിൾ ഫർണസിൽ കൊണ്ടുപോയി വെക്കും. അപ്പൊ ഇത് ബേൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തിരിക്കുന്ന സോഡസ്റ്റ് ഒക്കെ വന്നിട്ട് ബേൺ ആയി അങ്ങ് പോകും. ബേൺ ആയി പോകുമ്പോൾ ആ ഒരു ഏരിയയിൽ സുഷിരം വരാനുള്ള ചാൻസ് ഉണ്ട്. സുഷിരം വരും. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അതിന് പറയുന്നത് പോറസ് ടെറാക്കോട്ട. ഓക്കെ, ഇത് സൗണ്ട് പ്രൂഫിംഗ് മെറ്റീരിയൽ ആയിട്ടും ഫയർ പ്രൂഫിംഗ് മെറ്റീരിയൽ ആയിട്ടും യൂസ് ചെയ്യും. പിന്നെ ഇത് ലൈറ്റ് ഇൻ വെയിറ്റ് ആയിരിക്കും. ഓക്കെ, പോറസ് ടെറാക്കോട്ടയുടെ ടൈലിന്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് വരുന്നതാണ് പോളിഷ്ഡ് ടെറാക്കോട്ട അല്ലെങ്കിൽ ഫിയാൻസ്. ഇത് വന്നിട്ട് ഫൈൻ ഗ്രെയിൻഡ് ക്ലേസ് വെച്ചിട്ടായിരിക്കും ഈ ഒരു പോളിഷ്ഡ് ടെറാക്കോട്ട ഉണ്ടാക്കുന്നത്. ഓക്കെ, സുപ്പീരിയർ ക്വാളിറ്റി ആയിരിക്കും. പിന്നെ ഇത് ഓർണമെന്റൽ പർപ്പസിനും പിന്നെ ഇൻഡസ്ട്രിയൽ ഏരിയസിലും വന്നിട്ട് പോളിഷ്ഡ് ടെറാക്കോട്ട യൂസ് ചെയ്യും. ഇനിഷ്യൽ ടെമ്പറേച്ചർ നമ്മൾ പോളിഷ്ഡ് ടെറാക്കോട്ട ഇനിഷ്യൽ ആയിട്ട് ടെമ്പറേച്ചർ കൊടുക്കുന്നത് വന്നിട്ട് 650 ഡിഗ്രി സെൽഷ്യസ്. ആ ബേണിംഗിന് പറയുന്ന പ്രോസസ്സിന് പേരാണ് ബിസ്ക്കറ്റിംഗ്. ഓക്കെ, പിന്നെ ഈ ബേണിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ഇത് ഗ്ലേസിങ് ചെയ്യും. ഓക്കെ, എന്ത് വെച്ചിട്ടായിരിക്കും? സോൾട്ടും ലെഡ് സൊല്യൂഷനും വെച്ചിട്ട് അത് ഗ്ലേസിങ് ചെയ്യും. പിന്നീടായിരിക്കും വന്നിട്ട് കുറച്ചുകൂടെ ഹയർ ടെമ്പറേച്ചറിലോട്ട് ഇത് ബേൺ ചെയ്യും. ഓക്കെ, എത്ര ടെമ്പറേച്ചർ ആയിരിക്കും? 1200 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അതിന്റെ ഫൈനൽ ബേണിംഗ്. ഓക്കെ, ഇതാണ് പോളിഷ്ഡ് ടെറാക്കോട്ട. എർത്തൺ വെയർ വന്നിട്ട് ഈ എർത്തൺ വെയർ ഉണ്ടാക്കുമ്പോൾ ആർട്ടിക്കിൾസ് വെരി ലോ ടെമ്പറേച്ചറിലായിരിക്കും ബേൺ ചെയ്യുന്നത്. പിന്നീട് അത് കൂൾ ചെയ്യുന്നത് സ്ലോ ആയിട്ടായിരിക്കും. ഓക്കെ, പിന്നെ ടെറാക്കോട്ട വന്നിട്ട് ഒരു ടൈപ്പ് ഓഫ് എർത്തൺ വെയർ ആണ്. ഓക്കെ, പിന്നെ
ഈ എർത്ത് ആൻഡ് വെയർ വന്നിട്ട് നമ്മുടെ ഓർഡിനറി ഡ്രെയിൻ പൈപ്സ്, ഇലക്ട്രിക്കൽ കേബിൾ കണ്ടൻസ്, പിന്നെ പാർട്ടീഷൻ ബ്ലോക്സിലൊക്കെ യൂസ് ചെയ്യും. പിന്നെ ഇത് യൂഷ്വലി സോഫ്റ്റും ബ്രിട്ടിലും ആയിരിക്കും. ഞാൻ ഒരുപാട് പ്രാവശ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്തു നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് പരമായിട്ടുള്ള എർത്ത് ആൻഡ് വെയർസ്. പക്ഷെ എനിക്ക് ഈ പിക്ചറാണ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് വരുന്നതാണ് സ്റ്റോൺ വെയർ. സ്റ്റോൺ വെയർ നമ്മുടെ എർത്ത് ആൻഡ് വെയർ അനുസരിച്ച് കുറച്ചുകൂടെയും ഹാർഡർ ആയിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും ഇതിൽ ഉള്ളത്. ഓക്കെ, സ്റ്റോൺ വെയറിൻ്റെ ആർട്ടിക്കിൾസ് വന്നിട്ട് ഹയർ ടെമ്പറേച്ചറിലായിരിക്കും ബേൺ ചെയ്യുന്നത്, പിന്നെ കൂൾ ഡൗൺ സ്ലോലി. മറ്റേത് എന്തായിരിക്കും, ലോ ടെമ്പറേച്ചറിലായിരിക്കും ബേൺ ചെയ്യുന്നത്. പിന്നെ മോർ കോമ്പാക്റ്റും ആയിരിക്കും, പിന്നെ ഡെൻസറും ആയിരിക്കും. മീൻസ് നല്ല വെയിറ്റ് ഉള്ളതായിരിക്കും, നല്ല കോമ്പാക്ട്, നല്ല എന്താ പറയുക, പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും. അതിൻ്റെ കൂടെ നല്ല വെയിറ്റ് ഉള്ളതായിരിക്കും, മീൻസ് ഡെൻസർ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇത് സാനിറ്ററി ആർട്ടിക്കിൾസ്, വാഷ് ബേസിൻ, പൈപ്സ്, വാട്ടർ ക്ലോസറ്റ്സ്, ഗള്ളി ട്രാപ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റോൺ വെയർസ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ല ഹാർഡും ആയിരിക്കും, ഡെൻസും ആയിരിക്കും. ഓക്കെ, മറ്റേത് എന്തായിരിക്കും, സോഫ്റ്റും ആയിരിക്കും, ബ്രിട്ടിലും ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റോൺ വെയറിന്റെ പിക്ചർ. നമ്മുടെ വാട്ടർ ക്ലോസറ്റ് ഒക്കെ കണ്ടല്ലോ. പ്രോസ്ലിൻ. പ്രോസ്ലിന്റെ വേറൊരു പേരാണ് വൈറ്റ് വെയർ. ഓക്കെ, പേര് പോലെ തന്നെ ഇത് വൈറ്റ് കളർ ആയിരിക്കും, പിന്നെ തിന്നായിരിക്കും, സെമി ട്രാൻസ്പെറൻറ്റ് ഫൈൻ എർത്ത് വെയർ ആയിരിക്കും. ഓക്കെ, ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ക്ലേ കോഡ്സ് വെച്ചിട്ട്, പിന്നെ ഫെൽസ്പാർ മിനറൽ വെച്ചിട്ടായിരിക്കും ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഇത് സാനിറ്ററി വെയർസിലും, ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സിലും, സ്റ്റോറേജ് വെസൽസിലും, റിയാക്ടർ ചേമ്പേഴ്സിലും, ക്രൂസിബിൾസിലൊക്കെ വന്നിട്ട് ഇത് യൂസ് ചെയ്യും. ഓക്കെ, പ്രോസ്ലിൻ 2 ടൈപ്പ് ഉണ്ട്, ഹൈ വോൾട്ടേജ് പ്രോസ്ലിനും ലോ വോൾട്ടേജ് പ്രോസ്ലിനും. ഓക്കെ, പ്രോസ്ലിന്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ഇതെല്ലാം വന്നിട്ട് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ലോ വോൾട്ടേജ് പ്രോസ്ലിൻ വന്നിട്ട് ഡ്രൈ പ്രോസസ്സിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഹൈ വോൾട്ടേജ് പ്രോസ്ലിൻ വന്നിട്ട് വെറ്റ് പ്രോസസ്സിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ലോ വോൾട്ടേജ് പ്രോസ്ലിൻ വന്നിട്ട് സ്വിച്ച് ബ്ലോക്സ്, ഇൻസുലേഷൻ ട്യൂബ്സ്, ലാമ്പ് സോക്കറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ലോ വോൾട്ടേജ് പ്രോസ്ലിൻ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം വന്നിട്ട് നമ്മുടെ സ്വിച്ച് ബ്ലോക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഇതോടെ ക്ലാസ് കഴിയുകയാണ്, ചാപ്റ്ററും കഴിയുകയാണ്. അടുത്ത ചാപ്റ്റർ വന്നിട്ട് നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ഗ്ലാസ് നോക്കാം. ഓക്കെ, സെറാമിക്സിൽ തന്നെ വരുന്നതാണ് ഗ്ലാസ്. അപ്പം ഇത് അടുത്ത ചാപ്റ്റർ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.